2005 മെയ് മാസം 8-ാം തീയതി US-ലെ ഇലിനോയ് സ്റ്റേറ്റ് സിയോൺ എന്ന സ്ഥലത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കോൾ വരുന്നു. ആ കോളിൽ പറഞ്ഞത് ആ നാടിന് പുറത്തുള്ള ഒരു കാടിനകത്ത് 2 ചെറിയ പെൺകുട്ടികൾ മരിച്ചു കിടക്കുകയാണെന്ന് പറഞ്ഞു. പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് ചെല്ലുന്നു. രണ്ടും ഒരു 8-10 വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടികളാണ്. അവരുടെ ശരീരം കാണുമ്പോൾ തന്നെ അത്രയേറെ ദാരുണമായി തോന്നും. ഓരോ പെൺകുട്ടിയുടെ ശരീരത്തിലും ഒരു 50-60 തവണ കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ട്. എന്നാൽ അവരെ കാണുമ്പോൾ തന്നെ അവരെ ആരും ശാരീരികമായി പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അതിനാൽ ഇവരെ എന്തിനു വേണ്ടി കൊന്നിട്ടുണ്ടാകും എന്ന് പോലീസിന് തുടക്കത്തിൽ മനസ്സിലായില്ല. പക്ഷെ ഇവരുടെ ശരീരം കണ്ടെത്തിയത് ആ മരിച്ച 2 പെൺകുട്ടികളിൽ ഒരാളുടെ അച്ഛനാണ്. ഇപ്പോൾ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അയാളെ ചോദ്യം ചെയ്തു. ആ സമയത്ത് അച്ഛൻ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു മൊഴി നൽകി. ഇവർ 2 പേരെയും ഞാനാണ് കൊന്നത്. ഒന്നെൻ്റെ മകളാണ്, മറ്റൊന്ന് മകളുടെ സുഹൃത്താണ്. ഇവർ 2 പേരെയും ഞാനാണ് കൊന്നത്. എങ്ങനെ കൊന്നുവെന്നും വളരെ വിശദമായി മൊഴി നൽകി. ഇയാൾ നൽകിയ മൊഴി കേട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അമ്പരന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്ത വരാം, തുടക്കത്തിൽ തന്നെ ഈ കേസിലെ കൊലപാതകി ആരാണെന്ന് പറഞ്ഞല്ലോ എന്ന്. ഈ കേസിലെ കൊലപാതകിയെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് അവസാനം നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അവസാനം വരെയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സത്യത്തിൽ ആ 2 പെൺകുട്ടികൾ ആരാണ്? അവർക്ക് എന്താണ് സംഭവിച്ചത്? എന്തിനു വേണ്ടി സ്വന്തം അച്ഛൻ ആ 2 മക്കളെയും കൊല്ലണം? ഇങ്ങനെ പല കുഴപ്പങ്ങളും വഴിത്തിരിവുകളും നിറഞ്ഞ വളരെ വ്യത്യസ്തമായ ഒരു കേസിനെ കുറിച്ചാണ് വളരെ വിശദമായി നമ്മൾ അറിയാൻ പോകുന്നത്. US-ലുള്ള ഇലിനോയ് സ്റ്റേറ്റിൽ സിയോൺ എന്ന സ്ഥലത്താണ് ജെറി കോപ്സ് എന്ന ഒരു കുഞ്ഞ് ജനിച്ചത്. അവന്റെ കുട്ടിക്കാലം തന്നെ വളരെ ദുരിതപൂർണമായിരുന്നു. അച്ഛനും അമ്മയും അവനെ നന്നായി ശ്രദ്ധിക്കാറില്ല. അവനെ സ്നേഹത്തോടുകൂടി പരിപാലിക്കാൻ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് ചെറിയ പ്രായം മുതലേ ആക്രമണാസക്തമായ ഒരു പെരുമാറ്റത്തോടു കൂടിയായിരുന്നു അവൻ വളർന്നു വന്നത്. കൗമാരപ്രായം എത്തിയപ്പോൾ സ്കൂൾ പഠിത്തം അവസാനിപ്പിച്ചിട്ട് കിട്ടുന്ന ജോലികൾ അവൻ ചെയ്യാൻ തുടങ്ങി. പല സ്ഥലങ്ങളിൽ അവൻ ജോലി ചെയ്താൽ കൂടിയും ഏതൊരു ജോലിയിലും അവന് സ്ഥിരതയില്ലായിരുന്നു. അതിന് പ്രധാന കാരണവും ജെറിയുടെ ഈ ഒരു ആക്രമണാസക്തമായ സ്വഭാവമാണ്. അവന്റെ ദേഷ്യവുമാണ്. പെട്ടെന്ന് ദേഷ്യം വരും. ഈ ഒരു സ്വഭാവവും അവൻ അളവിൽ കൂടുതലായതുകൊണ്ട് ഏതൊരു സ്ഥലത്തും സ്ഥിരമായി ജോലിയില്ലാതെ അവൻ നാടുതോറും കറങ്ങി നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഷീല എന്ന പെൺകുട്ടിയെ കാണുന്നു. ഷീലയ്ക്കും ജെറിക്കും ഇടയിൽ പ്രണയം ഉണ്ടാകുന്നു. 2 പേരും പ്രണയിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ജെറിയുടെ ഈ ഒരു സ്വഭാവം കാരണം ഈ 2 പേർക്കും ഇടയിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാകുന്നു. അതിൽ ജെറി ഷീലയെ പിടിച്ച് തള്ളിയിടുന്നു, അവളെ മർദ്ദിക്കുന്നു, ആക്രമിക്കുന്നു. ഈ ഒരു പ്രശ്നം ഒരു പബ്ലിക് പ്ലേസിലായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു 3 പേർ അടുത്തു വന്ന് ജെറിയോട് ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ മർദ്ദിക്കുന്നത്? ഇതൊരു ഓപ്പൺ സ്പേസ് അല്ലേ? ഇതൊക്കെ തെറ്റല്ലേ എന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. നേരത്തെ തന്നെ ജെറി നല്ല ദേഷ്യത്തിലായിരുന്നു. തനിക്കും തൻ്റെ കാമുകിക്കും ഇടയിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിൽ മറ്റാരൊക്കെയോ വന്ന് ചോദ്യം ചോദിക്കുന്നല്ലോ എന്ന് ചിന്തിച്ച അവൻ മരം വെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ മെഷീൻ എടുത്തുകൊണ്ടുവരുന്നു. ഇത് കണ്ട 3 പേരും ഞെട്ടുന്നു. ഇവരുടെ പ്രശ്നത്തിൽ സഹായിക്കാൻ പോയപ്പോൾ ഇവൻ ഇതുപയോഗിച്ച് നമ്മെ തന്നെ കൊല്ലുമോ എന്ന് ഭയന്ന് ആ 3 പേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ജെറിയുടെ ദേഷ്യം മാറിയില്ല. അവൻ ആ മെഷീനും കൊണ്ട് ആ 3 പേർക്ക് പുറകിലെ ഓടാൻ തുടങ്ങി. അപ്പോൾ ജെറിക്ക് പുറകിൽ നിന്ന് ഏതോ ഒരു വ്യക്തി എന്തോ ഒന്നെടുത്ത് ജെറിയുടെ തലയിലടിച്ചു. അവൻ അപ്പം തന്നെ ബോധം നഷ്ടമായി. ഇങ്ങനെ 3 പേരെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന്, ഷീല എന്ന പെൺകുട്ടിയെ മർദ്ദിച്ച കുറ്റത്തിന് ഈ ജെറി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഒരു കേസ് പോകുന്നു. പക്ഷെ നേരത്തെ തന്നെ ഇവനൊരു വയലന്റ് ക്യാരക്ടർ ആയതുകൊണ്ട് 10 ദിവസത്തെ പ്രൊബേഷൻ പീരീഡ് നൽകി. ഈ 10 ദിവസത്തിൽ നിന്റെ ദേഷ്യം എല്ലാം കുറച്ച് നീ ഒരു സാധാരണ മനുഷ്യനായി മാറണമെന്ന് പറഞ്ഞാണ് കോടതി അയച്ചത്. എന്നാൽ ആ ഒരു സമയത്ത് പോലും അവന് യാതൊരു മാറ്റവും ഇല്ലാത്തത് കൊണ്ട് ചുറ്റുമുള്ളവർക്ക് വീണ്ടും ഇവൻ കാരണം ആപത്ത് വരാതിരിക്കാൻ അവന് ഒരു 18 മാസത്തെ ജയിൽ ശിക്ഷ കോടതി കൊടുത്തു. 18 മാസത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം അവൻ പുറത്തു വന്നതും അവൻ ആദ്യം കാണാൻ പോയത് ഷീലയായിരുന്നു. ഷീല ആ സമയം അമ്മയോടൊപ്പം താമസിക്കുകയായിരുന്നു. അങ്ങനെ നീണ്ട ഒരു 18 മാസത്തിനു ശേഷം 2 പേരും കാണുന്നു. ഇത്തവണ ജെറി ഷീലയോട് മാപ്പ് ചോദിച്ചു. ഈ ജയിൽ ജീവിതം എൻ്റെ ജീവിതം തന്നെ മാറ്റി, എൻ്റെ മനസ്സിനെ ആകെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യനായി മാറി. എൻ്റെ പക്കൽ യാതൊരു ആക്രമണ സ്വഭാവവുമില്ല. എന്നെ ക്ഷമിച്ച് അംഗീകരിക്കണം എന്ന് പറഞ്ഞു.
ഷീലയ്ക്ക് അപ്പോഴും ജെറിയോട് ഒരു പ്രണയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഷീലയും ആ ഒരു ക്ഷമ സ്വീകരിച്ച് അവനെ അംഗീകരിച്ചു. രണ്ടുപേരും വിവാഹം കഴിക്കുകയും ചെയ്തു. പല വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഇവർക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഇപ്പോൾ ജെറി ജയിലിൽ പോയി വന്ന് ഷീലയെ വിവാഹം കഴിച്ചതിന് ശേഷം അവന്റെ സ്വഭാവം മുഴുവനായി മാറി. ഒരു നല്ല മനുഷ്യനായി, നല്ല ഭർത്താവായി, നല്ല അച്ഛനായി അവൻ ജീവിക്കുകയായിരുന്നു. ജെറി, ഷീല ഈ ദമ്പതികൾക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചല്ലോ. അതിൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ പേരാണ് ലോറ. ലോറയ്ക്ക് 8 വയസ്സ്. ഈ ലോറയ്ക്ക് ക്രിസ്റ്റൽ എന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൾക്ക് 10 വയസ്സ്. ഒരു ദിവസം ഈ രണ്ടുപേരും കളിക്കാൻ പദ്ധതിയിട്ടു. അനുവാദം ചോദിക്കാനായി ലോറ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ കൂട്ടുകാരി ക്രിസ്റ്റൽ വന്നിട്ടുണ്ട്, ഞാൻ അവളോടൊപ്പം കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അച്ഛനും അതിനെ ശരിവെച്ചു. ഇരുട്ടുന്നതിന് മുൻപ് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് അയച്ചു. വൈകുന്നേരം 6 മണിയായി, 7 മണിയായി, 8 മണിയായി. ഈ രണ്ടുപേരെയും തിരികെ വരാൻ കണ്ടില്ല. ഇപ്പോൾ ജെറിക്ക് എന്തോ ഭയം തോന്നി. ജെറി ആ ഏരിയ മുഴുവനും കളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ചെന്ന് മകളെ അന്വേഷിച്ചു. പക്ഷെ മകളെയോ അവളുടെ സുഹൃത്തിനെയോ കണ്ടെത്താൻ സാധിച്ചില്ല. ജെറി മാത്രമല്ല, ജെറിയുടെ അച്ഛൻ ആർതർ എന്ന ഈ രണ്ടുപേരും ചേർന്ന് അന്വേഷിക്കാൻ തുടങ്ങി. എവിടെയും രണ്ടുപേരെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഭയം കൂടിയ ജെറി മകളെയും മകളുടെ സുഹൃത്തിനെയും കാണാനില്ല എന്ന് പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസും കംപ്ലൈൻറ്റ് സ്വീകരിച്ച് ഇവർ അന്വേഷിക്കാൻ തുടങ്ങി. പോലീസ്, ജെറിയുടെ കുടുംബം, അയൽവാസികൾ, വോളണ്ടിയേഴ്സ് എല്ലാവരും ചേർന്ന് തിരയാൻ തുടങ്ങി. പക്ഷെ എവിടെ തിരഞ്ഞിട്ടും രണ്ടുപേരെയും കണ്ടെത്താനേ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ജെറിയുടെ വീട്ടിൽ നിന്നും ഒരു 10 മൈൽ ദൂരത്തിൽ ആൾ സഞ്ചാരമില്ലാത്ത ഒരു പ്രദേശമുണ്ട്, ഒരു കാട്. ആ പ്രദേശത്ത് ജെറിയും അയാളുടെ അച്ഛൻ ആർതറും പോയി തിരയുമ്പോൾ അവിടെ കാണാതായ ലോറയുടെ സൈക്കിൾ കണ്ടെത്തുന്നു. ആ സൈക്കിൾ കണ്ടപ്പോൾ തന്നെ ജെറിക്ക് മനസ്സിലായി, തീർച്ചയായും ഇവിടെ ആ 2 മക്കളും ഉണ്ടാകുമെന്ന്. ഉടൻ തന്നെ ജെറിയും അച്ഛനും ഓരോ ദിശയിലേക്ക് പോയി തിരയാൻ തുടങ്ങി. രണ്ടുപേരും മാറി മാറി തിരയുമ്പോൾ പെട്ടെന്ന് ജെറിയുടെ നിലവിളി ശബ്ദം കേട്ട അച്ഛനായ ആർതർ ആ ഒരു ശബ്ദം കേൾക്കുന്ന ദിശയെ നോക്കി പോകാൻ തുടങ്ങി. അച്ഛൻ വന്നത് കണ്ട ജെറി ഒരു സ്ഥലത്തെ നോക്കി ചൂണ്ടിക്കാണിച്ചു. അതേസമയം ജെറി നിലവിളിച്ച് കരയുന്നുണ്ടായിരുന്നു. അയാൾക്ക് കരച്ചിൽ അടക്കാൻ സാധിച്ചില്ല. ആ അടർന്ന കാടിനുള്ളിൽ ഈ 2 പെൺകുട്ടികളുടെയും മരിച്ച ശരീരമായിരുന്നു കണ്ടെത്തിയത്. മരണം എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല, അത്ര ക്രൂരമായി രണ്ടുപേരെയും കൊന്നിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ ഏകദേശം 50-ൽ കൂടുതൽ തവണ കത്തിക്കൊണ്ട് കുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജെറി പോലീസിനെ വിളിച്ച് ഈ സംഭവം പറയുന്നു. പെട്ടെന്ന് പോലീസ് ആ സ്ഥലത്തേക്ക് വന്ന് ക്രൈം സീൻ ലോക്ക് ചെയ്ത് പെൺകുട്ടികളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. സാധാരണ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മരിക്കുകയാണെങ്കിൽ അവരെ കൊല്ലാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു 99.9% അവരോട് മോശമായി പെരുമാറുക എന്ന് തന്നെയായിരിക്കും. പക്ഷെ ഇവരുടെ ശരീരം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവരെ കൊന്നവൻ ഇവരോട് മോശമായി പെരുമാറിയിട്ടില്ല. അപ്പോൾ സത്യത്തിൽ കൊല്ലാനുള്ള ഉദ്ദേശം എന്താണ് എന്ന് പോലീസിന് തുടക്കത്തിൽ മനസ്സിലായില്ല. സാധാരണ ഏതൊരു കേസിലും മരിച്ച ശരീരങ്ങളെ ആദ്യം ആരാണോ കണ്ടത് അവരെയായിരിക്കും നമ്പർ 1 സസ്പെക്റ്റ് ആക്കുക. അതും ഈ ഒരു കേസിനെ സംബന്ധിച്ച് ജെറിയുടെ ഒരു ഭൂതകാലം നോക്കാം. അവൻ ഒരുപാട് ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു. അവൻ്റെ വയലന്റ് ബിഹേവിയർ കാരണം പല വർഷം ജയിലിലായിരുന്നു. ഇപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ചില മൈൽ ദൂരം മാറി യാതൊരു ബന്ധവുമില്ലാതെ ഒരു കാടിനുള്ളിലാണ് ഈ കുഞ്ഞുങ്ങളുടെ ശരീരം കണ്ടെത്തിയത്. ഈ കുഞ്ഞുങ്ങളുടെ ശരീരം അവിടെ ഉണ്ടെന്ന് എങ്ങനെ ജെറിക്കറിയാം? അവൻ എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ പല സംശയങ്ങളും ചോദ്യങ്ങളും പോലീസിന് വന്നതുകൊണ്ട് എന്തുകൊണ്ട് അവൻ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ടാകില്ല എന്ന് സംശയത്തിൻ്റെ പേരിൽ ജെറിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഏകദേശം 48 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അവസാനം ജെറി ഈ 2 പെൺകുട്ടികളെയും ഞാൻ തന്നെയാണ് കൊന്നത് എന്ന് മൊഴി കൊടുത്തു. അതായത് ആദ്യം തൻ്റെ സ്വന്തം മകൾ ലോറയെ കൊന്നു. പക്ഷെ എന്ത് കാരണത്തിനു വേണ്ടി, എന്തിനു വേണ്ടി മകളെ കൊന്നു എന്നുള്ളത് ജെറി പറഞ്ഞില്ല. ലോറ ജെറിയുടെ കയ്യിൽ കടിച്ചതുകൊണ്ട് അവന് ദേഷ്യം വരികയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് സ്വന്തം മകളെ 50-60 തവണ കുത്തി. ഇത് കണ്ട് ഭയന്ന് മാറി നിന്നിരുന്ന ലോറയുടെ ഫ്രണ്ട് ക്രിസ്റ്റലിനെയും കൊന്നു. കാരണം ക്രിസ്റ്റൽ രക്ഷപ്പെട്ടു പോയാൽ ഇതിനെക്കുറിച്ച് അവൾ പുറത്ത് പറയും. അങ്ങനെ ഭയന്ന് ലോറയെ കൊന്നതുപോലെ ക്രിസ്റ്റലിനെയും കൊല്ലുന്നു. പക്ഷെ ഇതിനുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ജെറിയുടെ ഭൂതകാലം പരിശോധിച്ചപ്പോൾ അവൻ തന്നെയാണ് ഈ കൊന്നത് എന്ന് സംശയിക്കുകയും അവനെ അറസ്റ്റ് ചെയ്ത് ഈ ഒരു കേസ് കോടതിയിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന ആ ഒരു സമയം പോലീസിന് ഒരു കുഴപ്പം നിറഞ്ഞ സാഹചര്യം ഉണ്ടായി. ഈ 2 പെൺകുട്ടികളുടെ ശരീരം പരിശോധിക്കുമ്പോൾ അതിൽ 3ാമത് ഒരു വ്യക്തിയുടെ DNA കണ്ടെത്തുന്നു. അത് അവരുടെ അച്ഛനായ ജെറിയുടേതല്ലായിരുന്നു, അത് മറ്റൊരു വ്യക്തിയുടേതായിരുന്നു. അത് ആരുടേതാണെന്ന് പോലീസിന് മനസ്സിലായില്ല. ഒരു പക്ഷേ
ഈ ഒരു കൊലപാതകം ജെറി ചെയ്തിട്ടുണ്ടാകില്ല, മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്ന് പോലീസ് സംശയിച്ചപ്പോൾ പ്രോസിക്യൂട്ടർ പറഞ്ഞത് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ 2 കുഞ്ഞുങ്ങളും ഒരുപാട് സമയം പാർക്കിൽ കളിച്ചിട്ടുണ്ട്. ആരെയെങ്കിലും തൊട്ട് സംസാരിച്ചിട്ടുണ്ടാകാം, കളിച്ചിട്ടുണ്ടാകാം. അതുവഴി അവരുടെ DNA ഇവരുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാകാം. എന്നാൽ ഇത് മാത്രം വെച്ചുകൊണ്ട് ജെറി ഇത് ചെയ്തിട്ടുണ്ടാകില്ല എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ കേസ് തീർച്ചയായും കോടതിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പ്രോസിക്യൂട്ടർ ടീം തീരുമാനിക്കുന്നു. അങ്ങനെ ആ 3ാമത്തെ വ്യക്തിയുടെ DNA കുറിച്ച് ആരും ഇപ്പോൾ അധികം ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെയും കൊന്ന കുറ്റത്തിന് ജെറിയെ ജയിലിലടയ്ക്കുകയും ഈ ഒരു കേസ് കോടതിയിലേക്ക് പോകാൻ കാത്തിരിക്കുന്നു. എന്നാൽ 5 വർഷമായി. 2010-ൽ 2 പെൺകുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ഒരു മുറിയെടുത്ത് താമസിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ ആ വീടിനുള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നു. ആ 2 പെൺകുട്ടികളെയും ആ മുറിക്കുള്ളിൽ വെച്ച് തന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. എന്നിട്ട് അതിൽ ഒരു പെൺകുട്ടിയെ മാത്രം തട്ടിക്കൊണ്ടു പോവുകയും കാടിന് പുറത്തുള്ള ഒരു അടർന്ന കാടിനുള്ളിൽ കൊണ്ടുപോയി വീണ്ടും അവളോട് മോശമായി പെരുമാറി. എന്നിട്ട് അവളെ അടിച്ചു മർദ്ദിച്ച് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ പെൺകുട്ടി പതിയെ ഇഴഞ്ഞ് മെയിൻ റോഡിലേക്ക് വരികയും അവിടെ വന്ന ഒരു വണ്ടിയുടെ സഹായം ചോദിക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവളുടെ ജീവനും രക്ഷപ്പെട്ടു. കൂടാതെ തന്നെ തട്ടിക്കൊണ്ടുപോയ ആ മോശമായി പെരുമാറിയവൻ കാണാൻ എങ്ങനെയായിരിക്കും എന്നുള്ളതും അവനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു. കൂടാതെ അവളുടെ ശരീരത്തിൽ അയാളുടെ DNA ഉള്ളതും പോലീസ് കണ്ടെത്തി. ആ DNA പോലീസ് അവരുടെ പക്കലുള്ള നോൺ ക്രിമിനൽ ഡേറ്റാബേസിൽ വെച്ച് പരിശോധിക്കുമ്പോൾ അവൻ നേരത്തെ പോലീസിന് പരിചയമുള്ള ഒരു കുറ്റവാളിയാണെന്ന് മനസ്സിലായി. അവൻ്റെ പേര് 21 വയസ്സുള്ള ജോർഗ്യ അവേല. നേരത്തെ പല കുറ്റങ്ങൾക്ക് വേണ്ടി അവൻ ജയിലിൽ പോയി വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 പെൺകുട്ടികളോട് മോശമായി പെരുമാറിയ കുറ്റത്തിന് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ജോർഗ്യ അവേലയുടെ DNA പോലീസിന്റെ കയ്യിൽ ഉള്ളപ്പോൾ തന്നെ പഴയ കോൾഡ് കേസ് എല്ലാം പരിശോധിച്ചു. അപ്പോൾ 5 വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ലോറ ക്രിസ്റ്റൽ ഈ 2 പെൺകുട്ടികളുടെ ശരീരത്തിൽ 3ാമത് ഒരു വ്യക്തിയുടെ DNA ഉള്ളത് കണ്ടുപിടിച്ചിരുന്നു. ആ DNAയും ഈ ജോർഗ്യയുടെ DNAയും തമ്മിൽ മാച്ചായി. ഇപ്പൊ പോലീസിന് ഇത് വലിയ ഞെട്ടലിന് കാരണമായി. അപ്പോൾ ഈ 2 പെൺകുഞ്ഞുങ്ങളെയും കൊന്നത് ഇവനാണെങ്കിൽ അവരുടെ അച്ഛനായ ജെറി എന്തുകൊണ്ട് താൻ തന്നെ കൊന്നുവെന്ന് മൊഴി നൽകി? ഇത് ആർക്കും മനസ്സിലായില്ല. മീഡിയ, ജനങ്ങൾ എല്ലാവർക്കും വലിയൊരു സംശയം വരുന്നു, എന്തുകൊണ്ട് ജെറി കള്ളം പറഞ്ഞുവെന്ന്. ഇതിനെക്കുറിച്ച് ജെറിയോട് തന്നെ ചോദിക്കണമെന്നതിന് വേണ്ടി മീഡിയ, ജനങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. ആ സമയം ഈ 2 പെൺകുട്ടികളെയും കൊന്ന കുറ്റത്തിന് ഈ ജോർഗ്യ അവേല എന്നയാളെ അറസ്റ്റ് ചെയ്യുന്നു. അതേസമയം തെറ്റായ ഒരു കുറ്റാരോപണം കാരണം ജയിലിൽ അടച്ചിരുന്ന ജെറിയെ ജയിലിൽ നിന്ന് മോചിതനാക്കുന്നു. ഇപ്പോൾ ജെറി പുറത്തേക്ക് വരുന്നു. മീഡിയയ്ക്ക് മുൻപിൽ എന്തിനു വേണ്ടി ഒരു തെറ്റായ മൊഴി നൽകിയെന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണം പറയാൻ തുടങ്ങി. എൻ്റെ മകൾ കാണാതായി എന്നറിഞ്ഞപ്പോൾ എനിക്ക് മാനസികമായി വല്ലാത്ത വേദനയുണ്ടായി. അതും മകളെ കാണാതായപ്പോൾ അടുത്ത 24 മണിക്കൂർ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, വിശ്രമമില്ലാതെ ഞാൻ തിരയുകയായിരുന്നു. അതിലൂടെ തന്നെ എൻ്റെ മനസ്സ് വല്ലാതെ ബാധിക്കപ്പെട്ടു. പിന്നീട് എൻ്റെ മകളുടെ ശരീരം കണ്ടുപിടിച്ചപ്പോൾ ആ ശരീരമുണ്ടായിരുന്ന അവസ്ഥ കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. അതിലും മാനസിക സമ്മർദ്ദം വർദ്ധിച്ചു. ആ സമയത്താണ് പോലീസ് എന്നെ അന്വേഷണത്തിനായി കൊണ്ടുപോയത്. 48 മണിക്കൂർ ഉറക്കമില്ലാതെ, ഭക്ഷണമില്ലാതെ, വിശ്രമമില്ലാതെ വീണ്ടും അവർ ക്രൂരമായി ടോർച്ചർ ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പോലീസ് ആ സമയം ചിന്തിച്ചത് എൻ്റെ ഭൂതകാലം വളരെ അക്രമാസക്തമായതുകൊണ്ട് ഞാൻ തന്നെയായിരിക്കും മക്കളെ കൊന്നതെന്നായിരുന്നു പോലീസ് ചിന്തിച്ചത്. ആ രീതിയിലായിരുന്നു പോലീസ് വീണ്ടും എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ഞാനും എത്രയോ തവണ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ മകളുടെ മരണം കാരണം എനിക്ക് അളവിൽ കൂടുതൽ മാനസിക സമ്മർദ്ദമുണ്ടായി. പോലീസും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് 2 മക്കൾ കൂടെ ഉണ്ട്, ഭാര്യയുണ്ട്. പോലീസ് പറയുന്നത് കേട്ട് ഒരു മൊഴി നൽകി ജയിലിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മുഴുവൻ കുടുംബവും ഇത് കാരണം ബാധിക്കപ്പെടും എന്ന് ഭയന്നുകൊണ്ട് എൻ്റെ മാനസിക സമ്മർദ്ദം കാരണവുമാണ് എൻ്റെ സമ്മതം പോലുമില്ലാതെ ഞാൻ ഈ മൊഴി നൽകിയത് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ US-ൽ എന്നെ ചോദ്യം ചെയ്തപ്പോൾ എല്ലാം വീഡിയോ ആയി റെക്കോർഡ് ചെയ്തിരുന്നു. ആ വീഡിയോ ഫുട്ടേജ് എല്ലാം നിങ്ങൾക്ക് നോക്കാം. പോലീസ് എന്നെ എത്രത്തോളം നിർബന്ധിപ്പിച്ച് ഈ ഒരു മൊഴി വാങ്ങി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും പറഞ്ഞു. ഇപ്പോൾ ജനങ്ങൾ, മീഡിയ എല്ലാവരും ആ ഫുട്ടേജ് കാണാൻ കാത്തിരുന്നു. അവസാനം ആ ഫുട്ടേജ് നോക്കുമ്പോൾ ജെറി പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന് മനസ്സിലായി. അതായത് പോലീസ് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചു ഇത് ജെറി തന്നെയാണ് ചെയ്തത് എന്ന്. അതിനാൽ അവൻ്റെ വായിൽ നിന്ന് തന്നെ അങ്ങനൊരു മൊഴി പോലീസ് വാങ്ങുകയും ചെയ്തു. ഈ കേസിനെ സംബന്ധിച്ച് ജെറി തെറ്റുകാരനല്ല എന്ന് മനസ്സിലായി. അങ്ങനെ യഥാർത്ഥ കുറ്റവാളിയെ പോലീസ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൻ്റെ DNA പരിശോധിക്കുമ്പോൾ പല വർഷങ്ങൾക്ക് മുൻപ് അമാൻഡ എന്നൊരു പെൺകുട്ടിയെ കൊന്നിട്ടുണ്ട്. ആ കേസിലും ഇവൻ്റെ DNA മാച്ചായി. അമാൻഡ അത്ര ക്രൂരമായി തന്നെ കൊന്നിരുന്നു. അങ്ങനെ അമാൻഡയെ കൊന്നു, ലോറ ക്രിസ്റ്റൽ എന്ന ഈ 2 കുഞ്ഞുങ്ങളെ കൊന്നു.
ഇപ്പോൾ അടുത്തിടെ 2 പെൺകുട്ടികളെ വീടിനുള്ളിൽ കയറി മോശമായി പെരുമാറി ഒരു പെൺകുട്ടിയെ കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല കുറ്റങ്ങൾ ഇവൻ ചുമത്തി. ഈ എല്ലാ കേസുകളിലും അവന് പ്രത്യേകം ശിക്ഷ നൽകി. അതായത് അമാൻഡയെ കൊന്ന കുറ്റത്തിന് ഇവൻ അമേരിക്കൻ കോടതിയിൽ മരണശിക്ഷ നൽകുന്നു. കൂടാതെ 5 വർഷത്തിന് മുൻപ് ലോറ ക്രിസ്റ്റൽ എന്ന പെൺകുട്ടികളെ കൊന്ന കുറ്റത്തിന് അവന് 60 വർഷത്തെ ശിക്ഷ, മൊത്തത്തിൽ 120 വർഷത്തെ ജയിൽ ശിക്ഷ നൽകുന്നു. അതിനുശേഷം 2 പെൺകുട്ടികളെ വീടിനുള്ളിൽ കയറി മോശമായി പെരുമാറിയ കുറ്റത്തിന് 50 വർഷത്തെ തടവ് ശിക്ഷ, മൊത്തം 100 വർഷത്തെ തടവ് ശിക്ഷ കൊടുക്കുന്നു. ഒന്നുകിൽ അവൻ ജീവിതകാലം മുഴുവനും ജയിലിലായിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ മരണശിക്ഷ റദ്ദാക്കിയാൽ പോലും അവന് പുറം ലോകം കാണാനുള്ള സാധ്യതയില്ല. ഇതിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ലോറ ക്രിസ്റ്റൽ എന്ന ഈ 2 ചെറിയ പെൺകുട്ടികളെയും ഇവൻ കൊല്ലുന്ന സമയം അവന് വെറും 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 16 വയസ്സ് മുതലേ തുടർന്ന് പല കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇത്ര കുറ്റങ്ങൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിച്ചുള്ളൂ. ഒരുപക്ഷെ അവൻ്റെ DNA ഉപയോഗിച്ച് പഴയ കോൾഡ് കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ വീണ്ടും പല കേസുകൾ സോൾവ് ചെയ്യാൻ സാധിച്ചേക്കാം. ഇപ്പോൾ യഥാർത്ഥ കുറ്റവാളിക്ക് ശിക്ഷ ലഭിച്ചു. 5 വർഷം താൻ ചെയ്യാത്ത ഒരു തെറ്റിനു വേണ്ടി ജയിൽ ശിക്ഷ ജെറി അനുഭവിച്ചു. അതിനാൽ ജെറി പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നേരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ഇതിന് എനിക്ക് വലിയൊരു നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. അതിൽ ജെറി ജയിച്ചു. മൊത്തം $8 മില്യൺ അയാൾക്ക് ലഭിച്ചു. ഈ കേസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ജെറിയുടെ ഒരു മാനസികാവസ്ഥയാണ് ഓർമ്മ വരുന്നത്. ചെറിയ പ്രായത്തിലെ പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ജയിൽ ശിക്ഷ അനുഭവിച്ച് തിരികെ വന്ന് നല്ലൊരു മനുഷ്യനായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മകളെ കാണാതാവുകയും തിരയുകയും ചെയ്യുന്നു. ആ സമയത്ത് ഏതൊരു മാതാപിതാക്കളുടെ മനസ്സിലും അത്രയേറെ ദുഃഖമായിരിക്കും. ആ കുഞ്ഞിനെ കണ്ടെത്തുന്നത് വരെയും മനസ്സിൽ വല്ലാത്തൊരു പിടച്ചിലായിരിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് കുഞ്ഞിനെ മരിച്ച അവസ്ഥയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ എത്രത്തോളം ആ മനുഷ്യൻ വേദനിച്ചിട്ടുണ്ടാകും. എന്നാൽ അപ്പോൾ പോലും അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു. നീ തന്നെയാണ് കൊന്നത് എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ നിന്നും മൊഴി വാങ്ങുന്നു. ഒരു തെറ്റായ മൊഴി വാങ്ങി വീണ്ടും ജയിലിലേക്ക് അയക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ വീണ്ടും അടുത്തൊരു 5 വർഷം മകളെ നഷ്ടപ്പെട്ട ആ ഒരു ദുഃഖം, താൻ ചെയ്യാത്ത തെറ്റിന് ജയിൽ ശിക്ഷയും അനുഭവിക്കുമ്പോൾ ജെറിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നിരിക്കണം. എന്നാൽ 5 വർഷം അവൻ ജയിലിലായിരുന്നാലും യഥാർത്ഥ കുറ്റവാളി മറ്റൊരു തെറ്റ് ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധിക്കുകയും അവന് ശരിയായ ശിക്ഷ നൽകുകയും സാധിച്ചു. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? കമൻറ്റിൽ മറക്കാതെ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.